ടി മുഹമ്മദ് ബഷീർ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഭരണഘടനാ വിരുദ്ധമാണ്, ഒപ്പം ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് കേട്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ തീർത്തും അവിചാരിതമായി ഇങ്ങനെ ഒരു ബില്ലുമായി സർക്കാർ രംഗപ്രവേശം ചെയ്തതിന്റെ സാഹചര്യം എന്താണ്? സാഹചര്യം ദുരുദ്ദേശം തന്നെ. ദുരുദ്ദേശം അല്ലാതെ മറ്റൊരു കാര്യമില്ല. മൂന്ന് ബില്ലും ഒരേ സ്വഭാവത്തിലുള്ളതാണ്. ഡൽഹി, ജമ്മു കാശ്മീർ, അതുപോലെ രാജ്യത്തെ ബാധിക്കുന്ന മറ്റ് അതേ സംഗതികളുടെ മറ്റ് സ്വഭാവത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ ദുരുദ്ദേശം എന്ന് പറയുന്നത് ഏത് സമയത്തും അവർക്ക് എന്തും ആവാന്നുള്ളതാണ്. അതായത് നിയമത്തിന് അടിസ്ഥാന തത്വമുണ്ട്. അടിസ്ഥാന തത്വം എന്ന് വെച്ചാൽ ഒരാളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് വരെ ആ തെളിവ് സഹിതം കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നിയമ നടപടി പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തെ കുറ്റവാളിയായി കാണാൻ പാടില്ലതാണ്. കുറ്റവാളിയായിട്ട് എടുക്കാൻ പാടില്ലെന്ന എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിളാണ് നിയമത്തിന്റെ. എന്നാൽ ഇവിടെ എന്താണ്, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ പേരിൽ ഏത് സെക്ഷൻ പ്രകാരവും കള്ളക്കേസ് ഉണ്ടാക്കി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 30 ദിവസത്തിലധികമായിട്ട് തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ, ജാമ്യം കിട്ടാത്ത തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എളുപ്പമുള്ള കാര്യം. ഇപ്പോൾ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ അർത്ഥം വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാള്, ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരാള് ഇഷ്ടം പോലെ തന്നിഷ്ടം പ്രകാരം അവർക്ക് പുറത്താക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ ഇതുവരെ കണ്ട നിയമങ്ങളിൽ വെച്ച് ഏറ്റവും കാടൻ പ്രകൃതം ആയിട്ടുള്ള ഒരു നിയമമാണിത്. ഈ നിയമത്തെ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ്. ഈ ഗവൺമെന്റിന് തന്നെ പലരെയും പേടിപ്പിച്ചു നിർത്താനുണ്ട്. ആ പേടിപ്പിച്ചു നിർത്താൻ ആവശ്യമാണെന്നതിന്റെ കൂടി ഒരു മുന്നറിയിപ്പാണ് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ, അതുപോലെ തന്നെ രാജ്യത്ത് നിയമവാഴ്ച നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സംഘടിതമായിട്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് ക്രൂരമായൊരു നിയമമാണ്. ഈ നിയമത്തെ എതിർക്കേണ്ടത് രാജ്യത്ത് അനിവാര്യമായ, ജനാധിപത്യത്തിന് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഇതിനെ ശക്തമായി എതിർക്കുക എന്ന് പറയുന്നത്. ബില്ല് ഏതായാലും ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുന്നു. ഈ ബില്ലിന്റെ ഭാവിയെ കുറിച്ച് എന്താണ് അങ്ങ് കരുതുന്നത്? സ്വാഭാവികമായിട്ടും അവരുടെ ഉദ്ദേശം തന്നെയായിരിക്കാം. അടുത്ത സഭയിലേക്ക് വരുത്തുക, അല്ലെങ്കിൽ തൊട്ടടുത്ത സഭയിലേക്ക് വരുത്തിയിട്ട് ഈ നിയമം ഒരു വജ്രായുധമായി കയ്യിൽ വെക്കുക, ആ ആയുധം വെച്ചിട്ട് എല്ലാവരും പേടിപ്പിക്കുക, തങ്ങൾ ഇഷ്ടം നടത്തുക എന്നതാണ്. ആ അജണ്ടയിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. അല്ലാതെ ഈ നിയമം ഇപ്പോൾ കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവുമില്ല.